ഹലോ ഗൈസ്, ദൈവ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മ ഇന്ന് കൂരിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്ന. നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിനി ചട്ടി കത്തിക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക്, പുളി, ഇഞ്ചി, വെളുത്തുള്ളി, നാടൻ വേപ്പില, പച്ചമുളക്, അപ്പൊ നമ്മുടെ നാടൻ മെയിൻ സാധനം നാടൻ കൂരിയാണ്. നമുക്കിനി ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അമ്മൂമ്മ തേച്ച് വൃത്തിയാക്കി തന്ന കൂരിയാണ്. നല്ല മുട്ടയുള്ള കൂരിയാണ്. കരിങ്കൂരി എന്നാണ് ഇതിൻ്റെ പേര്. ആദ്യം നമ്മുടെ ഒരു സവാള അരിഞ്ഞിടാം. ഉള്ളിയാണ്, സോറി, മുളക്. അടുത്ത നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇടാം, പച്ചമുളക് ഇടാം, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പുളിയും കൂടി ഇടാം. വീട്ടിലുണ്ടായ പുളിയാണ്. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാൻ പാകമല്ലായിരുന്നത്. ഒന്നും കൂടെ ഇളക്കാം. മൂത്ത് നമുക്ക് നമ്മുടെ മുളക് പൊടി ഇടാം. ഇതൊരു 4 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ഇട്ടേക്കണത്. കുരിക്കറിയായ കാരണം ഇച്ചിരി കൂടുതൽ വേണ്ട. അപ്പോൾ നമുക്കിത് ഫുള്ളും അങ്ങോട്ട് ഇടാം. അപ്പോൾ നമുക്കൊന്ന് വഴറ്റാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിനായിട്ട് മഞ്ഞപ്പൊടി ഇടാം. ഇതൊന്ന് തിളച്ചു വരട്ടെ. അപ്പൊ നമുക്കൊന്ന് മൂടാം. തിളച്ചിട്ടുണ്ട്. നമുക്ക് കൂരി പെറുക്കിടാം. ഓക്കെ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കണം ഗൈസ്. ഇളക്കി പൊടിയരുത്. പതിയെ ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇനി മൂടി വെക്കാം. ഇനി ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം. ഗൈസ് നല്ലോണം തിളച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ തിളക്കണം. ഇങ്ങനെ പതിയൊക്കെ വന്നു ഇട്ട് കൊടുക്കുക. നീണ്ടകരക്കാരി ഉപ്പ് പിന്നെയാണ് അത് കാരണം നമുക്ക് ഇപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചുമക്ക നല്ലോണം തിളച്ച് വരുന്നുണ്ട്. കൂരി നല്ലോണം വേഗണം കേട്ടാ. അതാണ് നമ്മൾ ഇപ്പം 10 മിനിറ്റായി അടപ്പേ വെക്കുന്നത്. നല്ലോണം തിളക്കണുണ്ട്. നല്ലോണം തിളക്കണുണ്ട് ഗായ്സ്. നോക്കുക ഗായ്സ്. നമുക്ക് സ്റ്റാറേ പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കാം. നല്ല പുളിയുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ഇറക്കും ടേസ്റ്റ് ചെയ്യാൻ. നല്ലോണം തിളക്കണം കേട്ടോ ഗൈസ്. നല്ല കറിയല്ലേ മിക്ക ഗൈസ്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എടുക്കാം. ഇത് നമ്മളല്ല ടേസ്റ്റ് ചെയ്യണം. അവർക്ക് ഗൈസ് നമുക്ക് ഇതിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഗൈസ് നമ്മളല്ലേ ഇന്ന് ടേസ്റ്റ് ചെയ്യണം. നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്ത അഭിപ്രായം നമ്മളെ പറയുള്ളൂ. ഇന്ന് നമ്മുടെ ഒരു ബിന്ദു എന്ന് പറഞ്ഞ ആൻറ്റീനെ കൊണ്ടാണ് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. നമുക്ക് നേരെ അവരുടെ വീട്ടിലോട്ട് പോകും. ഗൈസ് അപ്പം നമ്മൾ എത്താറായി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.